വെൽക്കം ടു ഈസി ടിപ്സ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കുമ്പിളപ്പമാണ്. പഴം വെച്ചിട്ടാണ് ഈ ഒരു കുമ്പിളപ്പം തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ നെയ്യ് ഒന്ന് ചൂടായിട്ട് വേണം നമ്മളിതിലേക്ക് പുഴുങ്ങിയ പഴം മിക്സിയിൽ അടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പഴമാണ് ഞാൻ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പഴവും നെയ്യും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടണം. ശേഷം നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം. ഞാനിതിൽ 300 ഗ്രാം ശർക്കരയ്ക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ കട്ടയൊന്ന് ഏകദേശം ഒന്ന് ഉടഞ്ഞു കിട്ടിയാൽ മതി. ഈ ഒരു പരുവം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്ത ശേഷം വേണം അങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിച്ചു പോകും. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുമ്പിളപ്പത്തിൻ്റെ മാവ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ലൂസ് ആവാനും അതുപോലെ തന്നെ നല്ല ടൈറ്റ് ആവാനും പാടില്ല. അപ്പോഴായിരിക്കും നമ്മൾ കുമ്പിളപ്പം നല്ല ടേസ്റ്റിൽ കിട്ടുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു ചൂട് നല്ലൊരു ചൂടില്ലേ, അതൊന്ന് വിടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ ആ ഒരു നല്ല ചൂടുകൊണ്ട് വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എങ്ങനെയുള്ളൊരു കറുകയിലയാണ്, വഴനയില എന്നൊക്കെ പറയും, ബേ ലീവ്സ്. അപ്പോൾ അതിൽ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഒരു കോണാകൃതിയിലൊന്ന് മടക്കുക. നമ്മുടെ ഇലേൻ്റെ ആ തണ്ടില്ലേ, അതിങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന തരത്തിൽ വേണം മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളെ ഫില്ലിങ് ഒരു സ്പൂണിൽ എടുത്തിട്ട് അതിലേക്കൊന്ന് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് ഇതിലേക്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഫില്ലിങ് വെച്ച ശേഷം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഉള്ളിലോട്ട്. ആ ഒരു ഫില്ലിങ്ങിലൂടെ അങ്ങോട്ട് ഇറക്കി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ അതങ്ങോട്ട് പുറത്തേക്ക് പോരില്ല. ഇതിൽ അങ്ങനെ ഈർക്കിൽ കുത്തി വെക്കാനും സ്ക്യൂവറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും നമ്മളിങ്ങനെ ഈ പുറത്തേക്ക് ഈ ഇലയുടെ തണ്ട് വെക്കുമ്പോൾ അങ്ങനെ രണ്ടാമത്തെയും ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ യൂസ് ചെയ്തിട്ട് ആ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതെങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം കറക്റ്റ് ആ ഒരു കോണാകൃതി തന്നെ കിട്ടും. പിന്നെ ഈ ഒരു ഇലയുടെ തണ്ട് നമ്മൾ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുന്ന സമയത്ത് അത് സൈഡിൽ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ സെൻറ്ററിലും കൊടുക്കുക കേട്ടോ. കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഫില്ലിങ് കാണണ്ടെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ സൈഡിൽ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സെൻറ്ററിലാക്കി കൊടുക്കുകയും ചെയ്യാം. ഞാനിതുപോലെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് സൈഡിൽ ഏകദേശം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കണ്ടില്ലേ, ഫില്ലിങ് കാണുന്ന തരത്തിലാക്കിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും ചെയ്യാം. ഇനി നമുക്കിതൊന്ന് സ്റ്റീം കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇടിയപ്പത്തിൻ്റെ ആ ഒരു പ്ലേറ്റ് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു മോഡലിൽ ഉണ്ടാക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുക. ഈ സെൻറ്ററിൽ ഞാൻ ആ ഒരു തണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ നിൽക്കും. നമുക്ക് ഈർക്കിലൊന്നും കുത്തി വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന വെള്ളം എല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുമ്പിളപ്പം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ ഇഡ്ഡലി ചെമ്പ് വളരെ ചെറുതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് മാത്രമേ കൊള്ളുള്ളൂ. അതുകൊണ്ട് ഞാൻ 2 ബാച്ചായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് ഞാൻ ആദ്യത്തെ ബാച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 15 മുതൽ 20 മിനിറ്റ് വേണം ഇതൊന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതങ്ങനെ തുറന്നു നോക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ ഇലയുടെ സ്മെല്ലുണ്ടല്ലോ, അതിൻ്റെ കൂടെ തന്നെ നെയ്യും പഴവും എല്ലാം കൂടെ ചേർന്നൊരു സ്മെല്ലും കൂടെ ആകുമ്പോൾ നല്ല സ്മെല്ലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല മഴയുള്ള സമയത്തൊക്കെ ഇത് ചൂടോടുകൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി രണ്ടാമത്തെ ബാച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഫില്ലിംഗ് ഇല്ലേ, അതിലേക്ക് ഒരു സ്ക്യൂവർ എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി നോക്കുക. ആ സമയത്ത് അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അഥവാ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ആവിയിൽ വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ രണ്ടാമത്തെ ബാച്ചും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും. അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. മിസ് ചെയ്യാണ്ടേ കാണാനും പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.